ആത്മാവിൻ്റെ വാൾ എന്താണ്? ഓപ്ഷൻ എ വിശ്വാസം, ഓപ്ഷൻ ബി സ്നേഹം, ഓപ്ഷൻ സി ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുഖമല്ലേ? കൂടുതൽ മുഖവുരകളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നിബന്ധനകളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. അറിയാത്തവർ അവസാനം ഒന്ന് കാണുക. നിബന്ധനകളൊക്കെ അവസാനം പറയുന്നുണ്ട്. വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ഗലാത്യ ലേഖനത്തിൽ നിന്നായിരുന്നു. വേഗത്തിൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ന്യായപ്രമാണം എത്ര വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായി? ഉത്തരം ഇതാണ്: 430 വർഷം. ഗലാത്യർ 3:17. രണ്ടാമത്തെ ചോദ്യം: ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് എന്തു കൊയ്യും? ഉത്തരം ഇതായിരുന്നു: നിത്യജീവൻ. 6:8. മൂന്നാമത്തെ ചോദ്യം: പൗലോസിന് മുഖപരിചയമില്ലാത്ത സഭ ഏതാണ്? ഉത്തരം ഇതാണ്: 1:22 നമുക്ക് ഇങ്ങനെ വായിക്കാം: യഹൂദയിലെ ക്രിസ്തു സഭകൾ. നാലാമത്തെ ചോദ്യം: തൂണുകളായി എണ്ണപ്പെട്ടവർ ആരാണ്? ഉത്തരം ഇതാണ്: 2:9 കാണാം: യാക്കോബും കേഫാവും യോഹന്നാനും. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: ആരാണ് ശപിക്കപ്പെട്ടവർ? ഉത്തരം ഇതാണ്: ഗലാത്യർ 3:10 കാണാം: ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അതുപോലെ തന്നെ 3:13 കാണാം: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അതുപോലെ ഈ ഉത്തരവും ശരിയായി വരും. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: സ്വയം വഞ്ചിതനാകുന്നത് ആരാണ്? 6:3 കാണാം: താൻ അല്പനായിരിക്കെ മഹാൻ എന്ന് നിരൂപിക്കുന്നവൻ. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: കപടത്താൽ തെറ്റിപ്പോയവൻ ആരാണ്? ഉത്തരം ഇതാണ്: ബർന്നബാസ്. 2:13 ഇങ്ങനെ വായിക്കാം: ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. അപ്പോൾ ബർന്നബാസാണ് കപടത്താൽ തെറ്റിപ്പോയത്. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: സ്നാനം എന്തിനാണ്? ഉത്തരം ഇതാണ്: ക്രിസ്തുവിനോട് ചേരുവാൻ. 3:27. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു: ആരംഭം എങ്ങനെ, അവസാനം എങ്ങനെ? ഉത്തരം ഇതാണ്: ഗലാത്യർ 3:3 കാണാം: ആരംഭം ആത്മാവിനാൽ, അവസാനം ജഡത്താൽ. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: അല്പം, കുറച്ച്, ഈ വാക്കുകൾക്ക് പകരം പറഞ്ഞിരിക്കുന്ന പദം ഏതാണ്? ഉത്തരം ഇതാണ്: അസാരം. ഗലാത്യർ 5:9 കാണാം: അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ. വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആരാണ് തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത്? ഓപ്ഷൻ എ പരദേശികൾ, ഓപ്ഷൻ ബി ജാതികൾ, ഓപ്ഷൻ സി ബദ്ധന്മാർ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ആരാണ് തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത്? ഓപ്ഷൻ എ പരദേശികൾ, ഓപ്ഷൻ ബി ജാതികൾ, ഓപ്ഷൻ സി ബദ്ധന്മാർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആത്മാവിൻ്റെ വാൾ എന്താണ്? ഓപ്ഷൻ എ വിശ്വാസം, ഓപ്ഷൻ ബി സ്നേഹം, ഓപ്ഷൻ സി ദൈവവചനം. രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ആത്മാവിൻ്റെ വാൾ എന്താണ്? ഓപ്ഷൻ എ വിശ്വാസം, ഓപ്ഷൻ ബി സ്നേഹം, ഓപ്ഷൻ സി ദൈവവചനം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സഭയുടെ അടിസ്ഥാനം ആരാണ്? ഓപ്ഷൻ എ രാജാക്കന്മാർ, ഓപ്ഷൻ ബി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, ഓപ്ഷൻ സി പുരോഹിതന്മാർ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം: സഭയുടെ അടിസ്ഥാനം ആരാണ്? ഓപ്ഷൻ എ രാജാക്കന്മാർ, ഓപ്ഷൻ ബി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, ഓപ്ഷൻ സി പുരോഹിതന്മാർ. നാലാമത്തെ ചോദ്യം ഇതാണ്: അറിവിനേക്കാൾ വലുത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: അറിവിനേക്കാൾ വലുത് എന്താണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: കർത്താവിനെ എങ്ങനെ സേവിച്ചുകൊണ്ടാണ് അനുസരിക്കേണ്ടത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: കർത്താവിനെ എങ്ങനെ സേവിച്ചുകൊണ്ടാണ് അനുസരിക്കേണ്ടത്? ആറാമത്തെ ചോദ്യം ഇതാണ്: കൈകൊണ്ട്
അധ്വാനിക്കേണ്ടത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കൈകൊണ്ട് അധ്വാനിക്കേണ്ടത് ആരാണ്? ഏഴാമത്തെ ചോദ്യം, ശാസിക്കേണ്ടത് എന്താണ്? ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ശാസിക്കേണ്ടത് എന്താണ്? എട്ടാമത്തെ ചോദ്യം, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ ആരാണ്? ഒൻപതാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഒച്ചപ്പാട് ഉറക്കെ സംസാരിക്കുക എന്നതിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഒച്ചപ്പാട് ഉറക്കെ സംസാരിക്കുക എന്നതിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദം എഫേസ്യ ലേഖനത്തിൽ കാണാം. അത് ഏതാണ്? പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യം ഇതാണ്. രണ്ട് ശരീരാവയവങ്ങൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. രണ്ട് ശരീരാവയവങ്ങൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഇത്രയുമാണ് നമ്മുടെ എഫേസ്യ ലേഖനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു ദിവസമാണ് നമുക്ക് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങളോടൊപ്പം റഫറൻസ് ആവശ്യമാണ്. എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരത്തിന് മുകളിലായിട്ട് പേരുകൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ മറിയാമ്മ മാത്യു, സിസ്റ്റർ ഡെൻസി ജോൺസൺ, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ഷീന അജി, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ജിൻസി, സിസ്റ്റർ ഷീല സുനിൽ, സിസ്റ്റർ സുജ മാത്യു, സിസ്റ്റർ ലിസ സുമോദ്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ആശ എ, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ജയ സാമുവൽ, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ജലജ, ബ്രദർ ശശി സി എ, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ സാറാമ ഡേവിഡ്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ അഞ്ചുമി, ബ്രദർ മാത്യു മില്ലൻ, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ അനിത ലിജി, സിസ്റ്റർ ശ്രീകുമാരി, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ അന്നമ്മ ജോസ്, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ സീന സജി. സിസ്റ്റർ സീന സജി എഴുതിയിട്ടുണ്ട് ജനമല്ല ജഡമാണ്, ക്വസ്റ്റ്യൻ നമ്പർ 9. അത് കുഴപ്പമില്ല, നമുക്ക് ചോദ്യം ഉത്തരം വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അത്. അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകളൊന്നും ഒരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. സിസ്റ്റർ ശോശാമ കുര്യാക്കോസ്, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ റാസലമ്മ ജയവല്ലി, സിസ്റ്റർ നാൻസി, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ ആൻസി ജോൺ തോമസ്, സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ ഷിമ ഡ്രീംസ്, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ നിഖിത എസ് എൽ. സിസ്റ്റർ അജിത രാജൻ ഒരു പ്രയർ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി ലഭിച്ചിട്ടില്ല, പ്രാർത്ഥനയിൽ ഓർക്കുക. എൻ്റെ സഹോദരി സുജ വരുന്ന ദിവസം 1-2 തീയതിയിൽ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ഹോസ്പിറ്റലാണ്. തൈറോയിഡ് ഹാർട്ടുള്ളിലേക്ക് കടന്നിട്ടുണ്ട്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഓപ്പറേഷൻ നടത്തുന്നതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. 2-ാം തീയതി എന്ന് പറയുന്ന ഇന്നാണ്
അറിയില്ല ഓപ്പറേഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന്. എങ്കിലും ഈ വിഷയം കാണുന്ന എല്ലാവരും ഈ പ്രിയ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ഷീന ജസ്റ്റിൻ, സിസ്റ്റർ മറിയാമ്മ മാത്യു, ഇത്രയും പേരാണ് നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചിരിക്കുന്നത്. ശരിയുത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ മറിയാമ്മ മാത്യു, സിസ്റ്റർ ഡെൻസി ജോൺസൺ, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ഷീന അജി, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ജിൻസി ജേസി, സിസ്റ്റർ ലിസ സുമോത്ത്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ആശ എ, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ലിസി വിൻസെൻ്റ്, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ജലജ, സിസ്റ്റർ ജയ സാമുവൽ, ബ്രദർ ശശി സി എ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ നാൻസി, സിസ്റ്റർ ജയവല്ലി, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ സീന അജി, സിസ്റ്റർ അന്നമ്മ ജോസ്, സിസ്റ്റർ സുമ തോമസ്, സിസ്റ്റർ അനിത ലെജി, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ അഞ്ജുമി, ബ്രദർ മാത്യു മിലൻ, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ ആൻസി ജോൺ തോമസ്, സിസ്റ്റർ ഷിമ കോവളം, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ നിഖിത, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ഷീന ജസ്റ്റിൻ, സിസ്റ്റർ ജയ ജോർജ്, ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ചിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിജയിക്കണം, ദൈവവചനം പഠിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഈ സമയമില്ലാത്ത സമയത്ത് പോലും ഒരു ദിവസം പോലും മുടക്കാതെ നമ്മുടെ ഈ ബൈബിൾ ക്വിസ് നടത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും ഉത്സാഹിക്കുക. നിങ്ങൾക്കൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ നിങ്ങളിതിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുവാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ദൈവവചനം പഠിക്കുവാൻ അവസരം കിട്ടട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കട്ടെ. ആമേൻ.